സുപ്രധാനമായ തീരുമാനങ്ങൾ അമേരിക്ക ഇന്ത്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അഥവാ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ എക്സിൽ കുറിച്ച് ചില കാര്യങ്ങളുണ്ട്. ഭാരതവും അമേരിക്കയുമായുള്ള സൗഹൃദത്തിന് ആക്കം കൂട്ടുന്ന ചർച്ചയാണ് ട്രംപുമായി നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് അമേരിക്കയിൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റർ അഗെയിൻ എന്നും മോദി, ഭാരതത്തിൻ്റെയും അമേരിക്കയുടെയും മെഗാ പാർട്ട്ണർഷിപ്പ് എന്നും മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ക്രിയാത്മക ചർച്ചകളാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ നടന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി സഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും ചർച്ചയായി. യുഎസിലെ അനധികൃത താമസക്കാരായ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയതായി അദ്ദേഹം പറഞ്ഞു. താരിഫ് വിഷയത്തിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ക്രിയാത്മക ചർച്ചകളാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ നടന്നത് എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്? തീർച്ചയായും രോഹിണി, വിക്രം മിശ്രി വ്യക്തമാക്കിയതുപോലെ തന്നെ വിശദമായ ചർച്ചകൾ, പല ചർച്ചകളും ക്രിയാത്മകമായ ചർച്ചകളും നടന്നു എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കൃത്യമായ നിയമത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നാട് കടത്തുന്നതിനുള്ള നടപടികൾ കൃത്യമായി സ്വീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലോജിസ്റ്റിക്, അതായത് ഏത് രീതിയിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്, കാരണം അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ജയിലിൽ നിന്നുള്ള മോചനത്തിന് ശേഷം ഭാരതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ഭാരതത്തിലെത്തിക്കുകയും സുരക്ഷിതമായി അദ്ദേഹത്തെ ഇവിടെ താമസിപ്പിക്കുകയും സഹാവൂർ റാണയെ ഇവിടെ താമസിപ്പിച്ചതിന് ശേഷം വിചാരണ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. മാത്രമല്ല പല രീതിയിലുള്ള നടപടിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി NIA ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ എല്ലാ ലോജിസ്റ്റിക് ആക്ടിവിറ്റീസും പൂർണ്ണമായി ട്രംപ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഒപ്പുവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന ഒരു സാധ്യത കൂടിയുണ്ട്, ഒരു സാഹചര്യം കൂടിയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വിക്രം മിശ്രി ഈ ഒരു സ്ഥിരീകരണം നൽകിയത്. തീർച്ചയായും ഈ സഹാവൂർ റാണയുടെ നാടുകടത്തൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് ഭാരതത്തിനെ വിചാരണയ്ക്കായി വിട്ടു നൽകുന്നത് സംബന്ധിച്ച അന്തിമ ധാരണ ഉണ്ടായത് ഏറ്റവും ക്രിയാത്മകമായ ഒരു ചർച്ചാ വിഷയമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ ട്രേഡ് രംഗത്തെ, വാണിജ്യ രംഗത്തുള്ള ഇടപാടുകളുടെ വിഷയങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളുമാണ്. മറ്റൊരു പ്രധാന സംഭവവികാസം പ്രധാനമന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് ഭാരതത്തിൻ്റെ നിലപാട്, അതായത് അവിടെ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന ഭാരതീയരുടെ കാര്യത്തിലെ നിലപാടാണ്. നേരത്തെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഏത് രാജ്യത്തായാലും അനധികൃതമായി എത്തിയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത ഭാരതത്തിനുണ്ട്. ഭാരതം തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം കൂടി പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇത്തരത്തിൽ വലിയ പ്രതീക്ഷകളോടെ സ്വപ്നങ്ങൾ കണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ഇവരെ അങ്ങോട്ട് എത്തിക്കുന്നത് മനുഷ്യക്കടത്ത് സംഘങ്ങളാണ്. അത്തരത്തിലുള്ള മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ അനിവാര്യമാണ് എന്നൊരു വ്യക്തത വരുത്തുന്ന നിലപാടും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകളുടെ എല്ലാം തന്നെ നീക്കത്തിൻ്റെയും കൂടി ഭാഗമായാണ് ഈ ചർച്ചകളേറെ ക്രിയാത്മകമെന്ന ഒരു നിലപാടിലേക്ക് വിക്രം മിശ്രി എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാന വിഷയം താരിഫുമായി ബന്ധപ്പെട്ടാണ്. പലതരത്തിലുള്ള താരിഫ് സംബന്ധിച്ച്, അതായത് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇരു രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിക്രം മിശ്രി അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 1600 cc മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനെ 30% നികുതി കുറച്ച ഒരു തീരുമാനം ഈ കഴിഞ്ഞ ബജറ്റിലുണ്ടായി. അത്തരത്തിൽ നിരവധിയായ ഇത്തരത്തിലുള്ള ബജറ്റിലെ ഇളവുകൾ തിരിച്ചും പരസ്പരം അത്തരത്തിലുള്ള ഇളവുകൾ സാധ്യമാക്കുന്നതോടെ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം വിപണി തുറന്നു കിട്ടുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. ഇത്തരത്തിലുള്ള പരസ്പരം ആശ്രിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ളൊരു നീക്കം ഇരു രാജ്യങ്ങൾ തമ്മിൽ നടത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ക്രിയാത്മകമായ ചർച്ചകൾ ആണ് നടന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അത്രയും കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നതിനും വിക്രം മിശ്രിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. രോഹിണി, എന്ന് മാത്രമല്ല ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയതായി കൂടി അദ്ദേഹം പറഞ്ഞു. കാരണം ഇതൊരു വലിയ വിഷയമായിരുന്നു അല്ലേ രോഹിണി? ഈ ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ അല്ലെങ്കിൽ സന്ദർശനം നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യ എന്ത് നിലപാട് എടുക്കുമെന്നുള്ളത്, ഇതെല്ലാം നിലപാട് കൂടി വ്യക്തമാക്കിയ കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു.